ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. യോശുവയുടെ പുസ്തകം 23-ാം അധ്യായം നമ്മൾ വായിക്കുകയാണ്. ദേശം ഇസ്രായേൽ ജനത്തിനൊക്കെയും ഭാഗിച്ചു കൊടുത്തു. അതിനുശേഷം യോശുവ ഇപ്പോൾ വൃദ്ധനായി. അദ്ദേഹത്തിൻ്റെ ഒരു യാത്ര പറച്ചിൽ ഇവിടെ 23-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. ആ സമയത്ത് അദ്ദേഹം ഇസ്രായേലിലെ ജനങ്ങളോടൊക്കെയും പറയുന്നതായ ചില കാര്യങ്ങളാണ് 23-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അദ്ദേഹം പറയുന്നു, അവസാനം അദ്ദേഹം നൽകുന്നതായ ചില പ്രബോധനങ്ങളാണിത്. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു, അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ജാതികളുടെയും മേൽ വിജയം നേടുവാൻ സാധിച്ചു. നിങ്ങളുടെ കഴിവുകൊണ്ടല്ല, ദൈവം നമ്മളോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമുക്കത് സാധിച്ചത്. അപ്പം നിങ്ങളുടെ കഴിഞ്ഞകാല സംഭവങ്ങളെ നിങ്ങൾ ഓർക്കണം. പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിലും ദൈവം നമ്മളെ വഴി നടത്തിയ കാര്യങ്ങളെ നമ്മൾ ജനിച്ചപ്പോൾ മുതൽ ഓർമ്മ വെച്ചപ്പോൾ മുതലുള്ള സകല കാര്യങ്ങളും നമ്മളൊന്ന് പുറകോട്ടൊന്ന് ചിന്തിക്കുമെങ്കിൽ ദൈവത്തോട് നന്ദി പറയാതെ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായി, എത്രയോ വിടുതലുകൾ ദൈവം നമുക്ക് നൽകി. അതിനെയൊക്കെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പലപ്പോഴും നമ്മളത് ചെയ്യാറില്ല. ലഭിക്കാത്തതിനെ ഓർത്ത് പരിഭവവും ദുഃഖവും മാത്രം ദൈവസ്ഥനിൽ പങ്കുവയ്ക്കുന്ന ഒരവസ്ഥ, അത് വികലമായ ആധ്യാത്മികതയാണ്. അതുകൊണ്ട് യോശുവ പറയുന്നു, നിങ്ങളുടെ പിതാക്കന്മാരെ ദൈവം വഴി നടത്തിയ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക, അത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു, തുടർന്നും അതേ ദൈവം നിങ്ങളെ വഴി നടത്തും, അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണെന്നുള്ള ഉറപ്പ് യോശുവ ഇവിടെ നൽകുകയാണ്. ഇനി നിങ്ങളുടെ ഇടയിൽ ശേഷിക്കുന്ന ജാതികളെ ദൈവം നിങ്ങളിൽ നിന്ന് ഇത് തുടച്ചു നീക്കും. അങ്ങനെ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ അദ്ദേഹം അവരോട് ആവശ്യപ്പെടുന്നു. 1, മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. മോശ ന്യായപ്രമാണമായി നമുക്ക് നൽകിയിട്ടുണ്ട്. ദൈവത്തോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, മനുഷ്യനോടുള്ള ബന്ധം അങ്ങനെയായിരിക്കണം. അപ്രകാരം ആ ന്യായപ്രമാണത്തിന് ഇടത്തോ വലത്തോ നിങ്ങൾ പോവാതെ അതനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കണം. 2, വിജാതീയരോട് നിങ്ങൾ ഇടകലരാൻ പാടില്ല. അവരുടെ വിശ്വാസം ഒരിക്കലും നിങ്ങളുടെ ഇടയിലേക്ക് വരാൻ പാടില്ല. സത്യദൈവത്തെ നിങ്ങൾ ആരാധിക്കണം. ജാതികളോട് നിങ്ങൾ ഇടകലരുന്ന ഒരു സാഹചര്യമുണ്ടായാൽ നിങ്ങൾ വിശ്വാസത്യാഗികളായി നിങ്ങൾ ജാതീയ വിശ്വാസത്തിലേക്ക് പോകും. 3, വിജാതീയ ദേവന്മാരെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത്. അവരൊക്കെ പ്രകൃതി ശക്തികളെയാണ് ആരാധിക്കുന്നത്. എല്ലാ പ്രകൃതി ശക്തികളും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയെ സൃഷ്ടിച്ച ദൈവമാണ് നമ്മുടെ ദൈവമെന്ന കാര്യം നിങ്ങൾ ഓർക്കുക. 4 പറയുന്ന യഹോവയോട് നിങ്ങൾ ഇഴകിച്ചേരണം എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം. അത്രമാത്രം വേർപിരിയാനാവാത്തൊരു ബന്ധം ദൈവത്തോട് നിങ്ങൾ സ്ഥാപിച്ചിരിക്കണം. 5, നിങ്ങളുടെ പിതാക്കന്മാർ ദൈവമായ കൽപ്പന അനുസരിച്ചാൽ ഒരു ജാതിക്ക് നിങ്ങളുടെ പിതാക്കന്മാരുടെ മുമ്പിൽ തലയുയർത്തി നിർത്താൻ സാധിച്ചിട്ടില്ല. നിങ്ങളുടെ പിതാക്കന്മാർക്ക് എല്ലാ ജാതികളുടെയും മുൻപാകെ തലയുയർത്തി നിൽക്കാൻ സാധിച്ചു. ആയതുപോലെ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം. 6-മതൊരു കാര്യം കൂടി പറഞ്ഞ്, ഒരു ഇസ്രായേലിനെ 1000 പേരെ ഓടിച്ചു കളയാൻ സാധിക്കും. അത്രമാത്രം ശക്തിമാനായി മാറും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ. എന്നാൽ ദൈവികമായ കൽപ്പനകളെ നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ, യഹോവയെ നിങ്ങൾ വിട്ടുപോകുന്ന സാഹചര്യമുണ്ടായാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? വരാവുന്ന ദുരിതത്തെക്കുറിച്ച് പറയുന്നു. 1, അതിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റും. വിജാതികളെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൈവം നീക്കിക്കളയുകയില്ല. അപ്പോൾ ജാതികൾ നിങ്ങൾക്ക് എന്നും ഒരു ഭാരമായി മാറും. 2, ഇസ്രായേൽ ജനം നശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. 3, ഉടമ്പടി ബന്ധം വിച്ഛേദിച്ചാൽ നന്മ നൽകിയ ദൈവം സകല തിന്മകളും നിങ്ങൾക്ക് നൽകും. യഹോവയുമായിട്ടുള്ള നമ്മുടെ പിതാക്കന്മാരുമായിട്ടുള്ള ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ആ ഉടമ്പടി നിങ്ങൾ ലംഘിക്കാൻ പാടില്ല. 4, യഹൂദ ജനത തന്നെ ഇല്ലാതായി പോകും.
5 ജാതികൾ നിങ്ങൾക്ക് കെണിയും കുടുക്കും, മുതുകിൽ ചാട്ടയും കണ്ണിൽ മുള്ളുമായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ ദൈവികമായ കൽപ്പന അനുസരിക്കുന്നില്ല എങ്കിൽ ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. 14-ാം വാക്യത്തിൽ പറയുന്നു. അതെല്ലാം പറഞ്ഞതിന് ശേഷം 14-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നു, സകല മർത്യരും പോകേണ്ട വഴിയെ ഞാൻ പോകാൻ സമയമായിരിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ മരണസമയം അടുത്തിരിക്കുന്നു, ഞാൻ ലോകത്തോട് യാത്ര പറയാൻ സമയമായിരിക്കുന്നു. യോശുവ നിരാശനായിട്ടല്ല ഇത് പറയുന്നത്, സംതൃപ്തിയോടുകൂടിയാണ്. ദൈവം പരമേൽപ്പിച്ച കാര്യം സംതൃപ്തിയോടുകൂടി ചെയ്യുവാൻ, അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ദൈവം വാഗ്ദാനം ചെയ്ത അതിൻ്റെ 14 വാക്യങ്ങൾ പറയും, ദൈവം വാഗ്ദാനം ചെയ്ത ഒരു കാര്യവും ദൈവം നിവർത്തിക്കാതിരുന്നിട്ടില്ല. എന്നാൽ ദൈവത്തെ നിങ്ങൾ വിട്ടുപോകുന്നെങ്കിൽ ദൈവം ദേശത്തിൽ നിന്ന് നിങ്ങൾ ഓടിപ്പോകേണ്ടതായ സാഹചര്യങ്ങൾക്കുണ്ടാവും. ലഭിച്ച വാഗ്ദത്തം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാവും. പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം നമുക്ക് വാഗ്ദത്തം നൽകിയത് ആ സ്വർഗീയമായ കനാനാണല്ലോ. ആ ദേശത്തെ ലക്ഷ്യമാക്കി ഞാനും നിങ്ങളും ജീവിക്കുകയാണ്. നമ്മൾ ഈ മരുഭൂമി യാത്ര ചെയ്യുമ്പോൾ ദൈവികമായ കൽപ്പനകൾക്ക് വിധേയമായി മാത്രം ജീവിച്ചെങ്കിൽ മാത്രമേ ആ ദേശം നമുക്ക് അവകാശമാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ദേശത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന നമ്മൾ ദൈവികമായ കൽപ്പനയ്ക്ക് വിധേയമായി പാപത്തിൻ്റെ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാനിടയാവരുത്. ജീവിത വിശുദ്ധിയോടെ, ദൈവാനുഭവത്തോടെ, ദൈവത്തെ സ്നേഹിച്ചും മനുഷ്യനെ സ്നേഹിച്ചും ദൈവത്തെ അനുസരിച്ചും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്കിടയാകണം. നമ്മുടെ നോമ്പുകളും പ്രാർത്ഥനകളും ആരാധനകളും ഉപവാസങ്ങളൊക്കെ അതിന് നമ്മളെ സഹായിക്കണം. ദൈവമേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതിന് സർവശക്തനായ ദൈവം എല്ലാവരെയും